മമ്മി പോയല്ലേ? ഓ, ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചു മറന്നുപോയിരിക്കുമെന്ന്. നിന്റെ ഈ സംസാരത്തിന്റെ രീതി അത്ര ശരിയല്ല. എന്റെ സംസാരമാ തെറ്റിയത്. മമ്മി എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ? എനിക്ക് വരാൻ പറ്റുന്നൊരു ചുറ്റുപാടായിരുന്നില്ല. എന്ത് ചുറ്റുപാട്? നമുക്ക് ചുറ്റുപാട് ഉണ്ടാക്കി തന്ന മമ്മിയല്ലേ? മമ്മി യാത്രയ്ക്കാൻ എയർപോർട്ടിൽ വരാതിരുന്നത് ശരിയായില്ല ഗോപേട്ട. മമ്മിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഗോപേട്ടൻ വരാതിരുന്നതിൽ മമ്മിക്ക് വിഷമമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയെങ്കിലും ഗോപേട്ടനൊന്ന് വരാമായിരുന്നു. ഗോപേട്ടനെല്ലാം അറിയാലോ. എനിക്ക് വരാൻ പറ്റിയില്ല. തീർന്നല്ലോ. പറ്റുകയല്ല സ്വാമി. വെളുപ്പിന് 6 മുതൽ പാതിരാത്രി വരെ സപ്ലൈ ചെയ്തിട്ട് ഒന്ന് നടുവർത്താൻ കിടക്കുമ്പോഴാ വിറകിറക്കണം പോലും. പറ്റുകയല്ല. മദാമയുടെ ചോറ് പള്ളേ കുത്തി തുടങ്ങി അല്ലടാ. മിണ്ടായിരിക്കണം സ്വാമി. മോശാരത്തിനൊന്നുമല്ലോ, നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാ. മര്യാദക്ക് വിറകിറക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല സ്വാമി, വിറക് നാളെ ഇറക്കിയാലും പോരെ? ഒരാഴ്ചത്തേക്കുള്ള വിറക് കീറിയിട്ടിട്ടുണ്ടല്ലോ. വിറകിറക്കിയോ കീറിയോ എന്നൊക്കെ അന്വേഷിക്കാനാ മാനേജറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിച്ചോ? പാതിരാത്രി വരെ ജോലി ചെയ്തിട്ടേ പിന്നെയും വിറകിറക്കണം എന്ന് പറയുന്നത് ശരിയായ തീരുമാനമാണോ? ഓ, അപ്പൊ നിയമാവലികളും ഒക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ, ആണെന്ന് വെച്ചോ. ഞാനേ ഗോപിനോട് നാളെ സംസാരിച്ചോളാം. സ്വാമിയുടെ പാട്ടിന് പോയിട്ട്. ഞാൻ എന്റെ പാട്ടിന് പോക്കോണം സാർ. ഇതുവരെയും ഒരു സപ്ലൈർ എന്നെ ഭരിക്കാൻ വന്നിട്ടില്ല. അതിനുള്ള അവസരം ഞാനൊട്ടുണ്ടാക്കി കൊടുത്തിട്ടുമില്ല. ഇത്രയും നാളും ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സപ്ലയർ പറയുന്നത് കേട്ട് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇക്കണക്കിന് നിയമാവലിയുമായിട്ട് ജോലി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കാം യൂണിയനാകും. നമുക്കിതങ്ങ് അടച്ച് പൂട്ടുകയും ചെയ്യാം. ഉണ്ണയെ ഞാൻ വിളിക്കുന്നു പറയും. നീ എന്നെ വിളിച്ചോ? ഇന്നലെ രാത്രി നീ വലിയ ഭരണമായിരുന്നു കേട്ടു. എന്ത് ഭരണം? മാനേജറെ നിയമം പഠിപ്പിച്ചെന്നോ യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നെന്നോ? ഗോപു, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അത്രയ്ക്ക് വലിയ കടപ്പാടൊന്നും എനിക്ക് നിന്നോടില്ലല്ലോ. പിന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് തെണ്ടിത്തിരിയേണ്ടെന്ന് കരുതി പിടിതം. എനിക്ക് സപ്ലയറായ ജോലി എന്നതിൽ ഇത്രത്തോളം ഔദാര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഔദാര്യം ഉണ്ടടാ. ഒരു ചായ കുടിക്കാൻ ഗതിയില്ലായിരുന്നവനെ കൂടെ കൊണ്ടു നടന്ന് ശാപ്പാടും വാങ്ങി തന്ന് ജോലി ഉണ്ടാക്കി തന്നത് ഔദാര്യം തന്നെയാ. ഒരു മുതലാളിയെ പോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. ഓ, ഞാൻ മുതലാളിയായി പോയതിൽ വലിയ മനപ്രയാസം ഉണ്ടല്ലേ? സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി. ഇവിടുത്തെ ജോലി നിനക്കൊരു ജീവിത മാർഗമാണെങ്കിൽ മാത്രം. എന്നെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരുത്തരും ഇവിടെ ജോലിക്ക് നിൽക്കണ്ട. നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഹോട്ടൽ സപ്ലയറുടെ ജോലി എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എങ്കിൽ പോലും നേരത്തെ പരിചയപ്പെട്ടു പോയതുകൊണ്ട് ഒരു സപ്ലയർ മാത്രമായി നിന്റെ ഈ ഹോട്ടലിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകുന്നു. ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27-ന്. അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. വരട്ടെ. ചാർലി, എന്താ ഉണ്ണി? ഒന്ന് പുറത്തേക്ക് വന്നേ. വന്നേ. എന്താ എന്ത് പറ്റു ഉണ്ണി? ഞാൻ പോവാ ചാർലി. എന്താ കാര്യം? സന്തോഷം കൊണ്ട്. നമ്മുടെ ഗോപു താഴെന്ന് പറഞ്ഞ പോലെ വലിയ മുതലാളിയായിരിക്കുക. അവൻ വല്ലതും പറഞ്ഞോ? നന്നായി പറഞ്ഞു. ഞാനാണോ ചോദിക്കട്ടെ? വേണ്ട. എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ. പണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അത് ഉള്ള മാനം കൂടെ വിട്ടിട്ട് വേണ്ടല്ലോ. നീ എങ്ങോട്ട് പോകുന്നു? തീരുമാനിച്ചിട്ടില്ല. നീ എവിടെ പോയാലും ഞാനെന്ന് പറഞ്ഞ കാര്യം മറക്കരുത്. എന്റെ പകുതി ശമ്പളം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചേക്കും. നിന്റെ മനസ്സിന്റെ പകുതി എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടാ മതി.
ഞാൻ എഴുതിയ പർച്ചേസ് ലിസ്റ്റിൽ വെട്ടാനും വരയ്ക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഞാൻ വെട്ടി മറിച്ചൊന്നുമില്ല. ഇത് എന്തോന്നാ? ആ, അത് പാലിന് 60 പാക്കറ്റ് എഴുതിയിട്ട് 40 പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് 20 പാക്കറ്റ് വെട്ടിയില്ലെങ്കിൽ അതിന്റെ വില കൂടെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങളുടെ മാത്രമല്ല, എന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? ഏണി വെച്ച് ബാക്കിയുള്ളവന്റെ തോളിക്കയറാൻ നോക്കരുത്. എന്റെ ജോലി എന്താണെന്ന് എന്നെ നിയമിച്ച ആള് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സാറ് പറഞ്ഞൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കുമില്ലോ, ഞാനൊന്ന് നോക്കട്ടെ. മൂപ്പിക്കല്ലേ സ്വാമി. മാറിയിക്കടോ. നന്നായി സാറേ, ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ അയാൾ ഹോട്ടലിൽ വിഴുങ്ങും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ചാർലി, ഈ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടായ പ്രസ്ഥാനമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും അനുസരിക്കേണ്ടവരെ അനുസരിക്കുകയും വേണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടലിന്റെ ചുമതല മാനേജർക്കാണ്. എന്നെ നീ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ മാനേജറെ നീ ബഹുമാനിച്ചേ പറ്റൂ. അത് ഈ ഹോട്ടലിന്റെ അച്ചടക്കത്തിന് അത്യാവശ്യമാണ്. രാവിലെ കാണുമ്പോൾ ഒന്ന് വിഷയം വെച്ച് പ്രത്യേകിച്ച് കുറവൊന്നും വരാനില്ലല്ലോ. സോറി, ലേറ്റ് ആയല്ലേ? ഏയ്, സാറ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഫുഡ് ഇങ്ങോട്ട് എടുക്കല്ലേ? ഓ യെസ്. ചാർലി, ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ റെഡിയല്ലേ? അതെ. അതൊന്ന് എടുത്താൽ നമുക്ക് രണ്ടു കൂടെ വിളമ്പാം. ഗോപു ഇരുന്നോളൂ, ഞാൻ കൊണ്ടുവരാം. ആ. വെയിറ്റേഴ്സ് എല്ലാം ഉറങ്ങി. സൂപ്പർവൈസർ തന്നെ സെർവ് ചെയ്യാന്ന് പറഞ്ഞു. ഓ, മമ്മി പോയിട്ട് ലെറ്റർ ഒക്കെ വന്നു? ആ, കഴിഞ്ഞ ആഴ്ച ഒരു ലെറ്റർ വന്നിരുന്നു. സുഖം തന്നെയാണല്ലോ അല്ലേ? ആ. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. നോക്കി വിളമ്പിക്കൂടെ? ഇഡിയറ്റ്. പൊയ്ക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. വലിയ ബുദ്ധിമുട്ടാണ് സാർ ഈ ഹോട്ടൽ ബിസിനസ്. ഇവന്മാരൊക്കെ മേയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. കൈയും കാലും പിടിച്ച് ജോലി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലാളിയാവും. ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ച ജോലി കൊടുത്താണ്. അപ്പൊ കയറിക്കോളും തലേ. Come on. ഹലോ. ഹലോ സാർ, ഞാൻ നേരത്തെ പറഞ്ഞ കോഹിനൂരിലെ ക്യാബറ ആർട്ടിസ്റ്റ്. ആ. ഇത് സെലീന, ഇത് ഷീല. അങ്ങോട്ടിരി. എല്ലാം ഞാൻ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സാർ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. സാറ് സംസാരിച്ചിരിക്കണം. രാത്രി വളരെ വൈകിയാണ് എത്തിയത്. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, മീരി ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്താ? ഞാൻ ഈ ജോലി വിടുകയാണ്. അതെന്താ ചാർലി? എന്തോ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ജോലി മോശമാണെങ്കിൽ ഞാൻ ഗോപേട്ടനോട് പറഞ്ഞ് വേറെ ജോലി ശരിപ്പെടുത്തി തരാം. ചെയ്യുന്ന ജോലിയുടെ പ്രശ്നമല്ല, അവിടുത്തെ അന്തരീക്ഷമാണ് പ്രശ്നം. എന്തു പറ്റി? എനിക്ക് എന്താണെങ്കിലും ചാലി പറയൂ. ഗോപു ഒരു വല്ലാത്ത വലയത്തിൽപ്പെട്ടിരിക്കുകയാണ്. മീരയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം ഗോപു എന്നിൽ നകന്നു കഴിഞ്ഞു.
അതേ കാരണം കൊണ്ടാണ് ഉണ്ണി പോയത്. ഉണ്ണി പോയോ? അവൻ പോയിട്ട് കുറെ നാളായി. ക്ഷമ എനിക്കിത്തിരി കൂടുതലുള്ളത് കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു. എല്ലാറ്റിനും കാരണക്കാരൻ ആ മാനേജരാ. അയാള് ഗോപുവിനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഹോട്ടൽ സ്റ്റാഫ് മുഴുവൻ അയാൾക്കെതിരാ. ഇതാ നാളെ ഒരു ക്യാബറ തുടങ്ങാൻ പോകുന്നു. അതുകൂടെ ആകുമ്പോൾ എല്ലാം കഴിയും. സംഗതി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് മീര അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോ മീരയ്ക്ക് അതിന് കഴിയൂ. ഇപ്പൊ തന്നെ നല്ല ഇൻകം ഉണ്ടല്ലോ. ക്യാബറെ നടത്തി വെറുതെ എന്തിനാ ഹോട്ടലിന്റെ പേര് നശിപ്പിക്കുന്നത്? അറിഞ്ഞൂടാത്ത കാര്യത്തെ പറ്റി സംസാരിക്കണ്ട. ചാർലി പറഞ്ഞു ശരിയാ. ഗോപേട്ടൻ ആകെ മാറിയിരിക്കുന്നു. ചാർലി ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. ഓ, അപ്പൊ അവനായിരിക്കും ന്യൂസ് തന്നത്. ഗോപേട്ടൻ എന്നോടൊന്നും പറയാറില്ലല്ലോ. മമ്മിയുടെ പേരിലുള്ള ഹോട്ടലാ അത്. അവിടെ ക്യാബറെ നടത്തി പേര് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം. ആ ഹോട്ടൽ അങ്ങ് അടച്ചുകൂട്ടി ഒരു ആശ്രമം പണിയാം. എന്നിട്ട് മുമ്പിലെ ആ മദാമ്മയുടെ പ്രതിമയെ ഫിറ്റ് ചെയ്യാം. മമ്മി എങ്ങാണ്ടോ കിടന്നൊരു മദാമ്മ. മമ്മി മമ്മിയെ പറ്റി മാത്രമൊന്നും പറയരുത്. ആജ്ഞയാണോ? ഓ, ഉടമസ്ഥയല്ലേ? എന്തിനാ ഗോപേട്ട ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഗോപേട്ടൻ ഇഷ്ടം പോലെ ചെയ്തോളൂ. മമ്മിയെ പറ്റി മാത്രം പറയാതിരുന്നാ മതി. ടേബിൾ ഫോർ 2. ഓക്കെ, ഡൺ. ഗുഡ് മോർണിംഗ് സർ. ചാർലി എവിടെ? ഹാളിലുണ്ട് സർ. ഗുഡ് മോർണിംഗ് സർ. ആണുങ്ങളായ നേരിട്ട് സംസാരിക്കണം. പെണ്ണുങ്ങളുടെ ചെവി പോയി അതും ഇതും പറഞ്ഞു കൊടുത്ത് കുടുംബം കലക്കാൻ നോക്കരുത്. തേണ്ടി. എന്തുവാണോ നോക്കിയിരിക്കുന്നത്? പോയി ജോലി നോക്ക്. May I come in, sir? എടാ, നീ എത്ര വലിയവനായാലും ചാർലി അടിക്കാൻ വളർന്നിട്ടില്ല. ഇന്ന് ഞാൻ കണക്ക് തീർക്കുന്നില്ല. പക്ഷെ ഞാൻ കണക്ക് തീർക്കണം പട്ടി. അടുത്ത നവംബർ 27-ന് ഇനിയും കാണേണ്ടി വരുമല്ലോ. നീ ഒരുപക്ഷെ മറക്കുമായിരിക്കും. അത്രയ്ക്ക് നീചനാ നീ. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ മരണം. അവിടെ വെച്ച് കാണാം. മാനേജ്മെന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഹലോ ഹലോ, സ്വാമിയാണ് സർ. ആ സ്വാമി, എന്തായി? കൂടി വരികയാണ് സർ. ഇവിടെയുള്ള എല്ലാ ഹോട്ടലിലെയും യൂണിയൻകാർ കൂടിയിരിക്കുകയാണ്. ഞാൻ രാവിലെ വളരെ കഷ്ടപ്പെട്ടു അകത്ത് കയറാൻ. പോലീസില്ലേ അവിടെ? പോലീസുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നേതാക്കന്മാരെ വിളിച്ച് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ ഞാൻ വിളിക്കാനോ? ആവശ്യം നമ്മുടെ അല്ലേ സർ? പൂട്ടിയിടോ. കിടക്കട്ടെ അവിടെ. മുദ്രാവാക്യം വിളിച്ച് തളയുമ്പോ വരും. അന്ന് തുറന്നാ മതി. ചാർലി പറഞ്ഞു ശരിയാ. ഗോപേട്ടൻ ആകെ മാറിയിരിക്കുന്നു. പക്ഷെ ഞാൻ കണക്ക് തീർക്കണം പട്ടി. അടുത്ത നവംബർ 27-ന് ഇനിയും കാണേണ്ടി വരുമല്ലോ. നീ ഒരുപക്ഷെ മറക്കുമായിരിക്കും. അത്രയ്ക്ക് നീചനാ നീ. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ മരണം. ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27-ന്. അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്.
അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. പ്രോമിസ്? ചാർലി പറഞ്ഞു ശരിയാ. ഒരിക്കൽ കൂടി ഗോപേട്ടൻ ആകെ നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27 അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് നവംബർ 27. എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയാം. ഇനിയും കാണേണ്ടി വരുമല്ലോ, ഇനിയും കാണേണ്ടി വരും. മറക്കുമായിരിക്കും, നീ ഒരു പക്ഷേ മറക്കുമായിരിക്കും. അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. ഇനിയും കാണേണ്ടി വരും. പ്രോമിസ്? ഒരിക്കൽ കൂടി മറക്കുമായിരിക്കും. ഒരിക്കൽ നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27 അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ കണക്ക് തീർക്കാനുള്ളവരൊക്കെ എവിടാ? ആണായിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ട്. ഒരുത്തരും ഇല്ല. ഉണ്ണി, ആ മൂപ്പിലാനേം കാണുന്നില്ലല്ലോ. കുരോജി. ഗുരുജിയും കുറെ ശിഷ്യന്മാരും ഒളിച്ചിരിക്കായിരിക്കും എന്നെ പേടിച്ച്. ഉണ്ണേ, നീ വന്നു. നീ അഭിമാനിയ, നീ ആണാണടാ. ചാർലി, നീയൊക്കെ കൊച്ചായി പോയല്ലടാ. ചാർലി അല്ലത്, എന്റെ അനിയനാ. നിന്റെ അനിയനാണല്ലേ? അപ്പൊ നിന്നെ പോലെ വേറൊരു തെണ്ടി. അനാവശ്യം പറയരുത്. ഞാൻ നിന്റെ മുമ്പിൽ തെണ്ടിയിട്ടില്ല. ഇല്ലേ? നീ മറന്നുപോയടാ. ഒരു ജോലിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കെഞ്ചിയിട്ടില്ലടാ. എന്റെ ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നില്ലടാ നീ. ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാനതല്ല. ആയിരുന്നല്ലോ. എന്റെ എച്ചിൽ നിന്നിട്ടല്ലേടാ നീ എന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ഇപ്പൊ സംസാരിക്കുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം ഗോപു. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ മൂക്കി കയറ്റുവാടാ പാട്ടി. ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. എന്റെ ഭാര്യ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് കിട്ടിയ 3 മക്കളാണ് നിങ്ങളെന്ന് ഞാൻ ആശിച്ചു. ചാർലി, ഉണ്ണി, ഗോപു. ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്ന് കാണുമ്പോൾ നിങ്ങൾ 3 പേരും നേട്ടങ്ങളുടെ കഥ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ പ്രതീക്ഷിച്ചത്.
ഉണ്ണിയും ഗോപുവും കെട്ടിപ്പിടിച്ചു. പക്ഷെ അതിങ്ങനെ വേണമായിരുന്നു. ആ പോട്ടെ, സാരമില്ല, നിങ്ങൾ കുട്ടികളല്ലേ. ഇതാരാ ഉണ്ണി? എന്റെ അനിയനാ. ഓ, എന്താ മോന്റെ പേര്? ഇവൻ ഊമയാ ഗുരുജി. ഓഹോ, വാ മോനെ.